എന്താണ് ഈ ലെഗുകൾ എന്ന് പറഞ്ഞാല്? ഒരു ലെഗ്, 2 ലെഗ്, 3 ലെഗ്, 4 ലെഗ് എന്നൊക്കെ കേൾക്കുക. അതെന്താ സാധനം? ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിളാണ്. നിങ്ങൾ ഈ കാണുന്ന ഈ പോസ്റ്ററിൽ കാണുന്ന 1, 2, 3, 4 ഇതിന്റെ മുകളിലുള്ള ആള് നിങ്ങളാണ്. അതിന്റെ 1, 2, 3, 4 ഇതാണ് 4 ലെഗ് എന്ന് പറയുന്നത്. ഇത് 4ഉം നിങ്ങളുടെ ലെഗുകളാണ്. കാരണം നിങ്ങൾക്ക് നേരെ താഴെ നിങ്ങളുടെ അവിടെ ഇവർ ഈ 4 ആളുകളെയും ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്പോൺസർ ഐഡി ആയിരിക്കും കൊടുക്കുക. നമുക്ക് ഒരാളെ ഈ ബിസിനസ്സിലേക്ക് എൻറോൾ ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മളുടെ സ്പോൺസർ ആരാണ് എന്നുള്ളത് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അവിടെ നമ്മുടെ ആരുടെ സ്പോൺസർ MCA നമ്പർ ആണോ കൊടുക്കുന്നത്, അതാണ് അവരുടെ സ്പോൺസർ. അപ്പൊ നിങ്ങളുടെ ഈ പറയുന്ന 4 ആളുകളും ജോയിൻ ചെയ്തത് നിങ്ങളുടെ താഴെയാണ്, നിങ്ങളുടെ സ്പോൺസറുടെ താഴെയാണ്. അതുകൊണ്ട് ഇവരെ 4 ആളുകളും നമ്മൾ എന്ത് പറയാം? നിങ്ങൾക്ക് 4 ലെഗ് ഉണ്ട് എന്ന് പറയാം. 4 ലെഗ് ഉണ്ട്. ഈ 4 ലെഗിലും പവർ ലെഗ് ഏത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ബിസിനസ് വോളിയം വരുന്ന ലെഗുകളാണ് നമ്മൾ പവർ ലെഗ് എന്ന് പറയാം. ഏറ്റവും നല്ല ബിസിനസ് വോളിയം വരുന്നതിന് പവർ ലെഗ്. ചിലപ്പോ 2 പവർ ലെഗ് ഉണ്ടാവും. ഇപ്പൊ നമുക്കിവിടെ ഇതില് 1-ല് 3 ആളുകളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. 1 എന്ന് നമ്മൾ പറയുന്ന നമ്മൾ കൊണ്ടുവന്ന വ്യക്തിയുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് 3 ആളുകളാണ്. ഒരു പക്ഷേ ഈ 3 ആളുകളെയും ജോയിൻ ചെയ്യിപ്പിച്ച ഒരു പക്ഷേ നമ്മളായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ അവര് തന്നെ നമ്മൾ ഈ 1 എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്ന ആളായിരിക്കാം ചിലപ്പോൾ 2ാമത്തെ ആളെ കൊണ്ടുവന്നത്, അവരുടെ താഴെ ഒരാളെ കൊണ്ടുവന്നത്, അവരുടെ താഴെ കൊണ്ടുവന്നത് പക്ഷെ അവര് കൊണ്ടുവന്ന ആളാവാം, ഇവര് കൊണ്ടുവന്നാവാം, ഇങ്ങനെ ആരും ആവാം. ഈ രീതിയിൽ ഇതാണ് 1ാമത്തെ ലെഗ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പെടും. ഈ 1 എന്ന് പറയുന്ന ആള് മാത്രമല്ല, അതിന്റെ താഴെ വരുന്ന ആ 3 ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഈ 1ാമത്തെ ലെഗിൽ വന്ന ആളുകളാ. 2ാമത്തെ ലെഗിലും 3 ആളുകളാണുള്ളത് അല്ലെ. ഇതാണ് നിങ്ങളുടെ 2ാമത്തെ ലെഗ്. 3ാമത്തെ ലെഗിൽ ഒരാളാണുള്ളത്. 4ാമത്തെ ലെഗിൽ വേറെ പുതിയ ആളുകളാരും, ഒരാൾ മീൻസ് 2 ആളുണ്ടാവും. ആദ്യം നമ്മൾ കൊണ്ടുവന്ന ആളും പിന്നെ ഒരാൾ കേട്ടോ, അതാണ് ഉദ്ദേശം. 4ാമത്തെ ലെഗിൽ നമ്മൾ കൊണ്ടുവന്ന ആ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ആ ലെഗ് പിന്നീട് മൂവ് ആയിട്ടില്ല. ഇതാണ് ഇപ്പൊ ലെഗ് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓരോ ലെഗുകളും ഡെപ്തിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. ഈ 4 ലെഗിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് സത്യത്തിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ മതി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി നിങ്ങളുടെ PV കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ GPV ഗ്രൂപ്പ് PV കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കൊണ്ടുവന്ന ആളുകൾ കൊണ്ടുവന്ന എത്ര താഴേക്ക് ഇത് ഡെപ്തിലേക്ക് പോയാലും അവരൊക്കെ പർച്ചേസ് ചെയ്തതിന്റെ PV പോയിന്റ് വാല്യൂ നിങ്ങളിലേക്ക് ആഡ് ചെയ്യപ്പെടും. അവരുടെ മുകളിൽ ആരൊക്കെ ഉണ്ടോ അവർക്ക് മുഴുവനും ഇത് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോയിങ് അപ്പ് ലീഡറെ കോൺടാക്ട് ചെയ്യുക, ക്ലിയർ ചെയ്യാം. താങ്ക് യു.